ശ്രീ KP മജീദ് സർ, എൻ്റെ നിയോജകമണ്ഡലത്തിലെ എടരിക്കോട് സ്പിന്നിംഗ് മിൽ 1987 ആരംഭിച്ചതാണ്. തൊടുന്നാൽ 25 സ്പിൻഡിലോട് കൂടി അത് ഉയർത്തി. അതിനുശേഷം എല്ലാ സർക്കാരുകളും ആവശ്യമായ പ്രവർത്തനങ്ങൾ നൽകി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ 2016 സെപ്റ്റംബർ മുതൽ 2017 വരെ മിൽ അടിച്ചുപൂട്ടി. 2023 ആഗസ്റ്റ് മുതൽ 24 ഫെബ്രുവരി വീണ്ടും പൂട്ടി. തുടർന്ന് 24 ഡിസംബർ മുതൽ 25 സെപ്റ്റംബർ വരെ പൂട്ടി. ഈ കാലയളവിൽ 1 കോടിയിലേറെ തുക ഗ്രാറ്റുവിറ്റി PF കുടിശ്ശിക തീർക്കാൻ വേണ്ടി സർക്കാർ അനുവദിച്ചിരുന്നു. എന്നാൽ PF, ഗ്രാറ്റുവിറ്റി, തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശിക, ESI ആനുകൂല്യം തുടങ്ങിയവയിൽ ഏകദേശം ഒരു 12 കോടി രൂപ കുടിശ്ശികയായി കിടക്കുകയാണ്. PF അടക്കാത്തതിൻ്റെ പേരിൽ തൊഴിലാളി സംഘടനകൾ PF അധികൃതരുടെ മുമ്പിൽ പരാതി നൽകിയതിനാൽ ലേല നടപടിയിലേക്ക് കടന്നെങ്കിലും മാനേജ്മെൻറ്റ് സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിയിരിക്കുകയാണ്. ഗ്രാറ്റുവിറ്റി ലഭിക്കാത്തതിനാൽ തൊഴിലാളികൾ കോടതിയിൽ പോയതിനാൽ 12 ഗഡുക്കളായി ഗ്രാറ്റുവിറ്റി നൽകാമെന്ന് ഉത്തരവിട്ടുകയും മാനേജ്മെൻറ്റ് ആയത് പാലിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തെങ്കിലും പാലിക്കില്ല. അതിനാൽ വീണ്ടും തൊഴിലാളികൾ കോട്ട ലക്ഷ്യത്തിന് ഫയൽ ചെയ്തതിനാൽ സ്പിന്നിംഗ് മില്ലിൻ്റെ എടരിക്കോട് വില്ലേജിലെ നിർദ്ദിഷ്ട ഭൂമി ജപ്തി ചെയ്യാൻ തീരുമാനിക്കുകയും അടുത്ത 29/10 ലേലത്തിൽ വെക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിൻ്റെ ഭൂമി ലേലം ചെയ്യുന്നതിനെതിരായി ജനപ്രതിനിധികളും നാട്ടുകാരും പ്രതിഷേധ സമരത്തിലേക്ക് പോവുകയാണ്. അടിയന്തരമായി ലേല നടപടികൾ നിർത്തിവെക്കാൻ നടപടി ഉണ്ടാകണം. പിരിഞ്ഞുപോയ പല തൊഴിലാളികളും വിവിധ രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരാണ്. അവർ പലരും ക്യാൻസർ രോഗികളും വൃക്കരോഗികളുമായി മാറിയിട്ടുണ്ട്. തൊഴിലാളികളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അറിയാവുന്ന ബഹുമാനപ്പെട്ട മന്ത്രി ഈ പ്രശ്നങ്ങൾ മാനുഷികമായി കണക്കിലെടുത്ത് ആവശ്യമായ അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന് ഞാൻ പ്രത്യേകം ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഈ കാര്യങ്ങളെപ്പറ്റി നേരത്തെ അറിയാം, പല സന്ദർഭത്തിലും ശ്രദ്ധപ്പെടുത്തിയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ സാമ്പത്തിക ഞെരുക്കമുണ്ടെങ്കിലും തൊഴിലാളികളുടെ പ്രശ്ന നിലയിലുള്ള ഒരു പ്രത്യേകമായ പരിഗണന അങ്ങ് കാണിക്കണമെന്ന് ഞാൻ ഈ സമ്മേളനത്തിലൂടെ ആവശ്യപ്പെടുന്നു. ബഹുമാനപ്പെട്ട നിയമം, വ്യവസായം, കയർ വകുപ്പ് മന്ത്രി സാർ, ബഹുമാനായ അംഗം തുടർച്ചയായിട്ട് ഈ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കൂടി അറിയാവുന്നതുപോലെ ഈ കാലഘട്ടത്തിൽ വന്ന ഒരു പ്രശ്നമല്ല, ഒരു ലെഗസി ലയബിലിറ്റി എന്ന് പറയാവുന്ന രൂപത്തിൽ പല കാലങ്ങളായി വന്നു കേൾപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് തൊഴിലാളികൾക്കുള്ള സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസിൽ ഉൾപ്പെടെ പ്രതിഫലിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഗവൺമെൻറ് കോട്ടൺ ബോർഡ് രൂപീകരിക്കുകയും അതുപോലെ ഇലക്ട്രിസിറ്റി കുടിശ്ശികകളാകെ KSEB ഗവൺമെൻറ് നൽകാനുള്ള ഡ്യൂട്ടിക്ക് അഗെയിൻസ്റ്റായി റൈറ്റ് ഓഫ് ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ടെക്സ്റ്റൈൽ മേഖലയിൽ പുതിയ ഉണർവ് കാണുന്നുണ്ട്. എന്നാൽ ഈ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് നിലനിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ആദ്യമായിട്ടാണ് ഒരു ഗവൺമെൻറ് മാനേജ്മെൻറ്റ് നൽകേണ്ട സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് നൽകുന്നതിന് വേണ്ടി 3 കോടി രൂപ അനുവദിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും കൂടുതൽ വിഹിതം നൽകിയത് എടരിക്കോട് മില്ലിനാണ്. 1,118,49 ലക്ഷമാണ് എടരിക്കോട് മില്ലിന് ഏറ്റവും കൂടുതൽ നൽകിയത് എടരിക്കോട് മില്ലിനാണ്. എന്നാൽ വീണ്ടും ഇനിയിപ്പോൾ 956.48 ലക്ഷം രൂപയുടെ കുടിശ്ശികയുണ്ട്. 109 ജീവനക്കാരെ ഗ്രാറ്റുവിറ്റി ഇനത്തിൽ 375 ലക്ഷം രൂപ, PF ഇനത്തിൽ 521.04 ലക്ഷം രൂപ, ESI ഇനത്തിൽ 60.41 ലക്ഷം രൂപ കുടിശ്ശികയുണ്ട്. ഈ സാമ്പത്തിക വർഷം 4 കോടി രൂപയ്ക്ക് ഗവൺമെൻറ് ഭരണാനുമതി പൊതുവെ വ്യവസായ മേഖലയിൽ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസിന് നൽകി. അതിൽ 2 കോടി രൂപയുടെ റിലീസിനുള്ള AS ആയിട്ടുണ്ട്. റിലീസ് ചെയ്യുന്ന മുറയ്ക്ക് 70 ലക്ഷം രൂപ എടരിക്കോടിന് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ആ രൂപത്തിൽ ആ പ്രശ്നം പരിഹരിക്കാൻ സാധ്യമാകുന്ന രൂപത്തിൽ ഗവൺമെൻറ് ഇടപെടുന്നുണ്ട്. മറ്റ് കാര്യങ്ങൾ അങ്ങയുടെ കൂടി സഹായത്തോടു കൂടി ലേല നടപടികളും മറ്റൊഴിവാക്കാൻ അങ്ങയുടെ കൂടി സഹായത്തോടു കൂടി നമുക്ക് ഒന്നിച്ച് ശ്രമിക്കാം.